പുതുതായിട്ട് ബിസിനസ്സിലേക്ക് തുടങ്ങുന്ന ആളുകൾ ആദ്യം ക്ലാരിറ്റി വേണ്ടത് കൂട്ടുകാരാണ്, നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ, ഞാനും നീയും അല്ലേ, നമുക്കങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ട്രസ്റ്റിൽ കൃത്യമായിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ റോളും റെസ്പോൺസിബിലിറ്റിയും സ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ, ഡ്യൂട്ടീസ്, എക്സിറ്റ് പ്ലാൻ ഇതൊന്നും ഡിഫൈൻ ചെയ്യില്ല. ഒരാൾ ഭയങ്കര ഗ്രോത്ത് മൈൻഡഡ് ആയിരിക്കും, മറ്റൊരാൾ ഫിക്സ്ഡ് മൈൻഡഡ് ആയിരിക്കും. അപ്പോൾ ഇവര് തമ്മിൽ പ്രശ്നം വരും എന്ന് ഒഴിവാക്കാനും പറ്റില്ല. അപ്പൊ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങനെ കുറെ ഡിസ്പ്യൂട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് ലീഗലി മറ്റും ഒക്കെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാറുണ്ട്. ബിസിനസ് ഒരിക്കലും ഒരാളുടെ ഈഗോയുടെ പുറത്ത് സ്റ്റക്ക് ആവാൻ പാടില്ല. കാരണം ഒരു ബിസിനസ്സിൽ എത്രയോ പേര് തൊഴിലെടുക്കുന്നുണ്ടാവും, എത്രയോ ആളുടെ ജീവിതമാണ്. ബിസിനസ് നശിക്കുക എന്ന് പറഞ്ഞ ഒരു കുടുംബം, പല കുടുംബങ്ങളുടെയും വേരറ്റ് പോകുന്ന സാഹചര്യം. പുതുതായിട്ട് ബിസിനസ്സിലേക്ക് തുടങ്ങുന്ന ആളുകൾ ആദ്യം ക്ലാരിറ്റി വേണ്ടത് എങ്ങനെ പിരിയാന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ പിരിയാം, അതിന് ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണ്, കൃത്യമായിട്ട് ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് പോളിസി ബേസ്ഡ് ആക്കണം. എന്നിട്ട് ബിസിനസ്സിൽ ഓരോ തീരുമാനങ്ങളും പോളിസി ഡ്രിവനും ആയിരിക്കണം. അപ്പൊ എനിക്കൊരു പാർട്ണർഷിപ്പ് ഫേം ഉണ്ട്, ഇന്റീരിയർ ഡെക്കറേഷനും അതുപോലെ തന്നെ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ആണ്, മോഡുലാർ. അപ്പൊ ഞങ്ങള് ഹയറിങ്ങിനടക്കം പോളിസി വെച്ചിട്ടുണ്ട്. ഒരാളെ ഹയർ ചെയ്യണമെങ്കിൽ നീ റെക്കമെൻഡ് ചെയ്യുന്ന ആള് കോമ്പിറ്റന്റ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ഹയർ ചെയ്യത്തുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആള് കോമ്പിറ്റന്റ് ആണെങ്കിൽ ഹയർ ചെയ്യത്തുള്ളൂ. അല്ലാത്ത ഒരാളെ ഹയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ റിട്ടേൺ പോളിസിയാണ്. 2 പേരാണ് 4 പേരാണെങ്കിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എല്ലാം അക്കൗണ്ടിങ് എന്ന് പറയുന്ന സാധനം പാർട്ണർഷിപ്പിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക.